കൊല്ലത്ത് കൊല്ലായിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിന് തീപിടിച്ചു. തീ പടരുന്നത് കണ്ട് വാഹനത്തിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. തിരുവനന്തപുരം ചെങ്കോട്ട മലയോര ഹൈവേയിലാണ് അപകടമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തീ പിടിക്കുന്ന സമയത്ത് പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ടാവാം. ദിലീപ് ദേവസ്യയുണ്ട്. ദിലീപ് ദേവസ്യ, ഗുഡ് മോർണിംഗ് ദിലീപ്. തീ ഇങ്ങനെ ആളി കത്തുകയാണ്. പക്ഷെ തീ പടർന്ന് പിടിക്കുന്നതിന് മുമ്പ് യാത്രക്കാർ പുറത്തിറങ്ങിയത് കൊണ്ട് ആളപായമില്ല. എന്താണ് തീ പിടിക്കാൻ കാരണമായി പറയുന്നത്? എപ്പോഴായിരുന്നു സംഭവം ദിലീപ്? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയായിരുന്നു കൊല്ലം കൊല്ലായിൽ വെച്ച ഈ വാഹനത്തിന് തീ പിടിച്ചത്. തിരുവനന്തപുരം എയർപോർട്ടിൽ പോയി വരുന്നതിനിടയിലാണ് തിരുവനന്തപുരം ചെങ്കോട്ട മലയോര ഹൈവേയിൽ വെച്ച ഈ വാഹനത്തിന് തീപിടിക്കുന്നത്. എഞ്ചിനിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട ഉടൻ തന്നെ കാറിലുണ്ടായിരുന്ന യാത്രക്കാർ ഇറങ്ങുകയും ഉടൻ തന്നെ കാറിന് തീ പിടിക്കുകയുമായിരുന്നു ചെയ്തത്. മഹീന്ദ്ര സൈലോ കാറിനാണ് തീ പിടിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയായിരുന്നു സംഭവം. ആർക്കും പരിക്കൊന്നുമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. ഒപ്പം തന്നെ കടക്കലിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കുകയും ചെയ്തു. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ്, അതായത് എഞ്ചിനിൽ നിന്നാണ് പുക ഉയർന്നത്. അത് ഡ്രൈവർ ശ്രദ്ധയിൽപ്പെടുകയും ഒപ്പം തന്നെ കാറിലുണ്ടായിരുന്ന ഒരാൾ ഇറങ്ങി മാറി നിൽക്കുകയും ചെയ്തു. പെടുന്ന തന്നെ വാഹനത്തിന് തീ പിടിക്കുകയും ചെയ്തു. നമ്മളെ ദൃശ്യങ്ങളിൽ കാണാം, തീ അങ്ങ് ആളി കത്തുകയായിരുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ. എന്തായാലും ആളപായം ഒന്നുമില്ല. കാറ് പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, പ്രത്യേകം താങ്ക് യു ദിലീപ്. പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൂരെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇത്തരം വാഹനത്തിനുള്ളിൽ നിന്ന് പുകയോ മറ്റെന്തെങ്കിലുമൊക്കെ വരുന്നത് കണ്ടാൽ വാഹനം നിർത്തി സേഫായിട്ട് നിങ്ങൾ പുറത്തിറങ്ങുക. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇന്നലെ തന്നെ മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മൾ. പാലക്കാട് ധോണിയിൽ ഒരു കാറിൽ തീപിടിച്ച് ആ കാറിലുണ്ടായിരുന്നയാൾ മരിച്ചു. അയാളെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇന്നലെ മുണ്ടൂർ ഭാഗത്താണ്. പക്ഷേ അത് ആത്മഹത്യയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. വാഹനങ്ങൾ തീപിടിക്കുന്ന വാർത്തകൾ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അനാവശ്യമായ വാഹനത്തിൽ ചില ഇലക്ട്രിക്കൽ അപ്ഡേഷൻസ് ഒക്കെ നടത്താറുണ്ട്. അത് നിങ്ങൾ ഒഴിവാക്കുക. അതല്ലെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രം ഏൽപ്പിക്കുക. ചിലപ്പോൾ ചില ലൈറ്റുകൾ വയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ സ്പീക്കറുകൾ വയ്ക്കാനായിരിക്കും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. ഇലക്ട്രിക് സർക്യൂട്ടിൽ വരുന്ന ഷോർട്ട് സർക്യൂട്ട് വാഹനം കത്തിക്കാൻ പര്യാപ്തമാണ്.